ഒളവണ്ണ മാവത്തുംപടിയിലെ അയൽപ്പക്ക കൂട്ടായ്മ ഇത്തവണയും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലിൻ മുഖ്യ അതിഥിയായി. പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളും ചേർന്നാണ് ഇവിടെ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്. ഏറെ വർഷങ്ങളായി ഓണവും വിഷുവും ക്രിസ്തുമസും പെരുന്നാളുമെല്ലാം ഇവരൊന്നിച്ചാണ് ആഘോഷിക്കുന്നത്. നാടിന്റെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ഈ അയൽപ്പക്ക കൂട്ടായ്മ. മനുഷ്യർ തമ്മിൽ തല്ലി പിരിയുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ ഒന്നിച്ച് ചേർത്ത് നിർത്തി ചേർത്താനാണ് ഈ നോമ്പുറ സംഘടിപ്പിച്ചത്. നോമ്പുതുറ എന്നാൽ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ജാതി മതം ഭേദം ഒന്നുമില്ലാതെ ഒന്നിച്ച് ഇരുന്ന് ഒരേ പാത്രത്തിൽ ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കലാണ് ഈ നോമ്പുറ കൊണ്ട് ഉദ്ദേശം. കൂട്ടായ്മയിലുള്ള ഒരു ഇഫ്താറാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇഫ്താർ ഒരു ഭക്ഷണം കഴിക്കുക എന്നതിലുപരി നമ്മളെ അയൽപക്കത്തുള്ള ആളുകളുമായിട്ടുള്ള സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു സംരംഭമാണിത്. അതുപോലെ തന്നെ ഇഫ്താർ പോലെ തന്നെ നമ്മൾ ഓണവും വിഷുവും പിന്നെ ന്യൂ ഇയറും എല്ലാം ഇതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാറുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഈ പരിപാടിക്ക് നമ്മളെ ഒന്നിപ്പിക്കുന്ന ആള് ഗിരിയേട്ടനും സ്മിതിയും പിന്നെ ബീവി, ഈ 3 ആളുകളാണ്. അപ്പോൾ ഇവർ ഇതിനുള്ള പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒന്നിപ്പിക്കുക എന്നുള്ളത്. അതിലിവർ വളരെ ഉഷാറാണ് ആ പരിപാടി നടത്തുന്നതിലൊക്കെ. ഇന്നത്തെ കാലത്ത് അന്യം നിന്ന് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ കൂട്ടായ്മ എന്ന രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കൂട്ടായ്മ, ഒരു അയൽവക്ക വേദി എന്ന രീതിയിലും നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള, എല്ലാവർക്കും മാതൃകയായി തുടരാൻ പറ്റുന്ന എല്ലാ ആഘോഷങ്ങളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരുമയോടുകൂടി ആഘോഷിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ഉണ്ട് എന്നാണ് എല്ലാവരും മാതൃകാപരമായി ഏറ്റെടുത്തുകൊണ്ട് വരണം എന്നാണ് ആദ്യമേ അഭ്യർത്ഥിക്കാൻ. ഒരു സമൂഹ നോമ്പ് തുറയാണ് ഇത്. ഈ നാട്ടിലെ അയൽവക്ക രീതിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ നമ്മുടെ പടിക്കപ്പുറത്ത് ഗിരീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്ന് നമ്മൾക്കെല്ലാവർക്കും ആവശ്യമായ ഒരു സംഭവമാണിത്. ഇന്ന് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ ഒരു നല്ല പരിപാടി, എല്ലാവരും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകണം ആശംസിക്കുകയാണ്.